അമ്മാവൻ എന്താ ആലോചിക്കുന്നത്? അച്ഛനും അമ്മയും ആദ്യം അങ്ങനെയൊക്കെ പറയും, പിന്നെ എല്ലാം എന്റെ ഇഷ്ടത്തിന് വിട്ടുവരും. കല്യാണം നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്താം. ഞാൻ ഗീതയെ സ്നേഹിച്ചതിലല്ല അവർക്ക് എതിർപ്പ്. പെണ്ണിനേക്കാൾ പ്രധാനം അവർക്ക് സ്ത്രീധനമാണ്. പാവപ്പെട്ടവരാകുമ്പോ അതൊന്നും കിട്ടുകയില്ലല്ലോ എന്നാണ് അമ്മയുടെ വാദം. ഞാനാണെങ്കിൽ ഇതിനെല്ലാം എതിരാണ്. ഇതൊന്നും എനിക്ക് വേണ്ട. അമ്മാവന്റെ അനുഗ്രഹം മാത്രം മതി. എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. എന്താ ഗീതേ? അമ്മാവനിപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. നീ കിടക്ക്. എന്തിനാ കരയുന്നത്? അമ്മാവൻ ഊണ് കഴിച്ചിട്ടുണ്ടാവില്ല. അതെന്താ? ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഉണ്ണുക. ഞാനില്ലെങ്കിൽ അമ്മാവൻ ഉണ്ണില്ല. അമ്മാവൻ ഊണും കഴിഞ്ഞ് സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. നീ സമാധാനമായി കിടന്നുറങ്ങ. ഇവൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. അമ്മാവനെ കാണുമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു.
ഇങ്ങനെയായ ഞാൻ വിഷമിക്കും. നോക്കിയപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഞങ്ങൾ ഇവിടെ താമസിക്കുക, അല്ലെങ്കിൽ അമ്മാവൻ ഞങ്ങളോട് അങ്ങോട്ട് വരിക. അത് പറഞ്ഞാൽ പറ്റില്ല. ഇവൾക്ക് വേണ്ടി ഇത്രയും കാലം അമ്മാവൻ അധ്വാനിച്ചില്ലേ, മതി. ഇനി അല്പം വിശ്രമിക്കും. അമ്മാവൻ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. ഒന്നും ആലോചിക്കണ്ട അമ്മാവ, വേഗം ഒരുങ്ങിയാട്ടെ. അമ്മേ, വരൂ അമ്മാവ. ഓ, പെട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയോ? അമ്മേ, ഇതെന്റെ ഭാര്യയുടെ അമ്മാവനാണ്. എന്നാ കൊണ്ട് കയറ്റി എടുത്തിക്കോ സിംഹാസനത്തില്. സാരമില്ല അമ്മാവ, അമ്മ അങ്ങനെയാണ്. കുറച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കൊള്ളും. വരൂ. അച്ഛാ, വേണ്ട അമ്മാവ, ഇതെന്റെ കൂടെ വീടാണ്. അമ്മാവൻ എവിടെ താമസിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് ഞങ്ങളാണ്. അമ്മാവ, പോകരുത്. എനിക്ക് വേണ്ടിയെങ്കിലും. അമ്മാവൻ ഉറങ്ങിയോ? ഉറങ്ങിയോന്നറിഞ്ഞില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോ കണ്ണു അടച്ചു കിടക്കുക. പാവം, അച്ഛനും അമ്മയും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വല്ലാത്ത വിഷമം കാണും. എന്നെ മാത്രം ഓർത്തിട്ടാ ഇവിടെ താമസിക്കാൻ അമ്മാവൻ സമ്മതിച്ചത്. 2-3 ദിവസം കഴിയട്ടെ, അച്ഛനെയും അമ്മയും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. എനിക്കെന്തോ വല്ലാത്ത പേടി. എന്തിന്? അമ്മാവൻ വല്ലാത്ത വാശിക്കാരനാ. ആ വാശിക്കാരനെ കൊണ്ട് നമ്മുടെ വിവാഹത്തിന് നമ്മൾ സമ്മതിപ്പിച്ചില്ലേ? നമ്മളോ? ഞാൻ? ഓ, സമ്മതിച്ചു. സാർ മാത്രം. അമ്മ വരുന്നോ? അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. അത് പറ്റില്ല. ഇതേ അമ്മാവനെ വിളിച്ചോണ്ട് പോകും. പറ്റേ? വരൂ അമ്മാവ, വല്ലതും കഴിക്കാം. ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ? വരൂ. അതുപോരാ, ശരിക്ക് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരീരം ക്ഷീണിക്കും. ഓ, തൽക്കാലം തുടങ്ങിയോ? കസേരയൊക്കെ എത്തിയിട്ട് പോയിക്കുന്നു. അടുക്കള പുറവസ്ഥങ്ങൾ നിർത്തി കൊടുത്താ പോരല്ലേ? കണ്ട കല്ലോട്ട് കാണും പൊട്ടനൊന്നും കയറിയിരുന്നു തിന്നാനുള്ള സ്ഥലമല്ലത്. ഗീതേ, ഗീതേ, നിനക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ. അമ്മാവനോടെ? അയ്യോ, അമ്മാവൻ പട്ടുപറ്റ കിടന്ന് ഉറങ്ങുന്നു.
ഈ അമ്മയുടെ നാവ് വെറുതെ കിടക്കില്ലേ? ഇതേ അമ്മാവനോടെ അമ്മാവൻ പുറത്തിരിപ്പുണ്ട്. അമ്മാവൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അകത്തേക്ക് വന്നൂടെ? അച്ഛനോ അമ്മയോ എന്തെങ്കിലും പറഞ്ഞോ? ഇത് അമ്മാവനുള്ള കുറച്ച് തുണികളാണ്. വരൂ, നമുക്ക് മുറിയിലേക്ക് പോവാം.